നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കേസരി എ ബാലകൃഷ്ണപിള്ളയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മലയാളികളുടെ സ്വത്വബോധത്തെ രൂപപ്പെടുത്തിയതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് കേസരി ബാലകൃഷ്ണപിള്ള. സ്വാതന്ത്ര്യസമരത്തിലും നവോത്ഥാനത്തിലും തൂലിക കൊണ്ട് അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ലോകമെങ്ങും നടക്കുന്ന സാമൂഹ്യ ചിന്തയിലെ നവീനധാരകളെ അദ്ദേഹം നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചു. വിവിധ പ്രസ്ഥാനങ്ങളെ മലയാളികൾക്ക് പരിചിതമാക്കി ലോകത്തെ വിപ്ലവകരമായി മാറ്റിമറിക്കുന്നതിന് പ്രായോഗികമാക്കേണ്ട ഒരു ആയുധമായിട്ടാണ് അദ്ദേഹം തൻ്റെ തൂലികയെ കണ്ടത്. വൈദേശിക സാഹിത്യ പ്രസ്ഥാനങ്ങളെ മുൻനിർത്തി മലയാള സാഹിത്യത്തെ വിലയിരുത്താനാണ് അദ്ദേഹം ഉദ്യമിച്ചത്. പ്രസ്ഥാന നിരൂപകൻ, സാങ്കേതിക നിരൂപകൻ, ചിത്രകലാ നിരൂപകൻ എന്നൊക്കെയാണ് കേസരി വിശേഷിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ളയെ വി.ടി. ഭട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചത്. ആദ്യകാലത്തെ നോക്കാം. 1889 ഏപ്രിൽ 13 തിരുവനന്തപുരം തമ്പാനൂർ പുളിക്കൽ മേലെ വീട്ടിൽ എ ബാലകൃഷ്ണപിള്ള ജനിച്ചു. പിതാവ് മൂവാറ്റുപുഴ സ്വദേശിയായ അകത്തുട്ട് ദാമോദരൻ കർത്തയായിരുന്നു. മാതാവ് തിരുവനന്തപുരം സ്വദേശിനിയായ പാർവതി അമ്മയായിരുന്നു. അത്യന്തം സംഘർഷനിർഭരമായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ ആദ്യകാല ജീവിതം. 1897 അച്ഛനമ്മമാർ വിവാഹമോചനം നേടിയതിനെ തുടർന്ന് കൊല്ലത്ത് അമ്മാവനോടൊപ്പം താമസം ആരംഭിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കൊല്ലത്തും തിരുവനന്തപുരത്തുമായിട്ട് നടത്തി. തിരുവനന്തപുരം മഹാരാജാസ് ഹൈസ്കൂളിലും മഹാരാജാസ് കോളേജിലുമായി വിദ്യാഭ്യാസം നടത്തിയതിനു ശേഷം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലും വനിതാ കോളേജിലും ചരിത്രം അധ്യാപകനായി. തുടർ പഠനങ്ങളെ നോക്കാം. 1917 അധ്യാപകനായി ഉള്ള ജോലി രാജിവെച്ചു. 28-ാം വയസ്സിൽ ചെല്ലമ്മ എന്ന ഗൗരിയമ്മയെ വിവാഹം ചെയ്തു. സായാഹ്ന ക്ലാസ്സിൽ പഠിച്ച് നിയമബിരുദം സമ്പാദിച്ച് വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ച ബാലകൃഷ്ണപിള്ളയ്ക്ക് പക്ഷേ ആ വക്കീൽ തൊഴിലിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് പാതി വഴിയിൽ അത് നിർത്തി. തുടർന്ന് ഫ്രഞ്ച് ഭാഷ, പുരാവസ്തുവിജ്ഞാനീയ പഠനം അടക്കമുള്ള വിപുലമായ പഠന മേഖലകളിലേക്ക് അദ്ദേഹം കടന്നു. മലയാളം കൂടാതെ ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയും അസീറിയൻ, സുമേറിയൻ എന്നീ ഭാഷകളും ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ യൂറോപ്യൻ ഭാഷകളും സംസ്കൃതം, അറബി എന്നിവയും തമിഴ്, തെലുങ്ക്, കന്നഡ, ചൈനീസ് എന്നീ ഭാഷകളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1919 ആയപ്പോൾ അദ്ദേഹം പടിഞ്ഞാറൻ നാട്ടിലെ അക്കാലത്തെ ചിന്തയെ ഉഴുതിമറിച്ച സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളിൽ മുഴുകി. യൂറോപ്യൻ നാടകങ്ങളിലും ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. പത്രപ്രവർത്തന രംഗത്തേക്ക് വന്ന കഥയെ നോക്കാം. 1921 സമദർശിയിലൂടെ ബാലകൃഷ്ണപിള്ള പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നു. സമദർശി പത്രത്തിൻ്റെ പത്രാധിപരായിരിക്കെ എഴുതിയ തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി വേട്ട എന്ന മുഖപ്രസംഗം വിവാദമായി. 1926 ആകുന്നതോടെ സ്വന്തം പത്രം മതിയെന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. 1926 ജൂൺ 19 സമദർശി പത്രാധിപ സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് പത്രം നടത്തുന്നതിനായി വിപുലമായ യാത്രകൾ അദ്ദേഹം നാട്ടിലുടനീളം നടത്തി. അങ്ങനെ സമാഹരിച്ച പണം കൊണ്ട് 1930 ജൂൺ 4 മുതൽ എല്ലാ ബുധനാഴ്ചകളിലും പ്രസിദ്ധീകരിക്കുന്ന പ്രബോധകൻ മാസിക ആരംഭിച്ചു. രാജാധികാരത്തിന് ഹിതകരമല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചതോടെ 1930 സെപ്റ്റംബർ 10 പ്രബോധകൻ്റെ ലൈസൻസ് റദ്ദു ചെയ്യപ്പെട്ടു. മാത്രമല്ല, പ്രബോധകൻ്റെ പത്രാധിപരായ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഹൈക്കോടതി 200 രൂപ പിഴശിക്ഷ വിധിക്കുകയും ചെയ്തു. അതേ വർഷം, അതായത് 1930 സെപ്റ്റംബർ 18 സ്വേച്ഛാധിപത്യത്തിനെതിരായ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേസരി എന്ന പേരിൽ പത്രം അദ്ദേഹം ഇറക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് 5 വർഷത്തോളം കേസരി നടത്തിക്കൊണ്ടുപോയി. കേസരി പത്രം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം കേസരി എന്ന പേര് ചേർക്കപ്പെട്ടത്. 1935 ഏപ്രിൽ കേസരി നിർത്തിവെക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ തൻ്റെ സ്വന്തം പ്രസ്സായ ശാരദാ പ്രസ് അദ്ദേഹം വിറ്റു. പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് ശാരദാ പ്രസ്സിൽ ഒത്തുകൂടിയിരുന്ന എഴുത്തുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കൂട്ടായ്മയെ കേസരി സദസ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തകഴി, പട്ടം താണുപിള്ള, എ വി കൃഷ്ണപിള്ള, കെ എ ദാമോദരൻ,
NN ഇളയത്, ബോധേശ്വരൻ, C നാരായണപിള്ള തുടങ്ങിയവരായിരുന്നു കേസരി സദസ്സിൽ സ്ഥിരമായി ഒത്തുകൂടിയിരുന്നത്. പത്രപ്രവർത്തനം അദ്ദേഹത്തിന് ഒരേ സമയം സ്വാതന്ത്ര്യ സമരവും ഒപ്പം സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനവുമായിരുന്നു. വടക്കൻ പറവൂരിലേക്ക് വന്ന കഥയെ നോക്കാം. ജീവിതത്തിൽ ഒന്നൊന്നായി പ്രതിസന്ധികൾ വേട്ടയാടിയതോടുകൂടി ദാരിദ്ര്യം സഹിക്കാനാവാതെ 1942 സെപ്റ്റംബർ 3 തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തെ വടക്കൻ പറവൂരിലേക്ക് അദ്ദേഹം താമസം മാറി. പറവൂരിൽ ഭാര്യ വീടായ മാടവനപ്പറമ്പിൽ അദ്ദേഹം താമസമുറപ്പിച്ചു. തുടർന്നുള്ള 18 വർഷത്തെ ജീവിതം അവിടെ തന്നെയായിരുന്നു. ഈ കാലയളവിൽ AKGയും കൃഷ്ണപിള്ളയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മഹാകവി G ശങ്കരക്കുറുപ്പ്, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, വയലാർ അടക്കമുള്ള സാഹിത്യ ലോകത്തെ മഹാരഥന്മാരും അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അവസാന കാലത്തെ നോക്കാം. അവസാന കാലത്ത് കടുത്ത ശാരീരിക ക്ലേശങ്ങൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയിരുന്നു. 1960 ഡിസംബർ 18 കേസരി ബാലകൃഷ്ണപിള്ള മരണമടഞ്ഞു. ബാലകൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് പറവൂരിലെ മാടവനപ്പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാലകൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന പറവൂരിലെ മാടവനപ്പറമ്പിൽ അദ്ദേഹത്തിനൊരു സ്മാരകം പണിതിട്ടുണ്ട്. മാടവനപ്പറമ്പിലെ ആ സ്മാരകം മുസിരീസ് പൈതൃക പദ്ധതിയിൽ ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരികയാണ്. കേസരി സ്മൃതി മണ്ഡപം പറവൂർ, കേസരി മ്യൂസിയം പറവൂർ, കേസരി ബാലകൃഷ്ണപിള്ള കോളേജ് പറവൂർ, കേസരി സ്മാരക മന്ദിരം തിരുവനന്തപുരം, കേസരി ബാലകൃഷ്ണപിള്ള ടൗൺ ഹാൾ പറവൂർ, കേസരി സ്മാരക വായനശാല പൂയപ്പള്ളി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെ നോക്കാം. ബാലകൃഷ്ണപിള്ള 13 വിവർത്തനങ്ങൾ ഉൾപ്പെടെ 41 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാമുകൻ തർജിമ, ലാർഡ് കിച്ചൺ, പുരാതത്വ പ്രദീപം, അലക്സാണ്ടർ മഹാൻ, യൂളിയസ് ഗ്രാൻഡ്, 2 സാഹസിക യാത്രകൾ, ഐതിഹ്യദീപിക, വിക്രമാദിത്യൻ, ഭുവനമല്ലൻ, ഹർഷവർദ്ധനൻ, കാർമൻ തർജിമ, നവലോകം, പ്രേതങ്ങൾ, രൂപമഞ്ജരി, ഒരു സ്ത്രീയുടെ ജീവിതം, ഓമനകൾ, ആപ്പിൾ പൂമൊട്ട്, നോവൽ പ്രസ്ഥാനങ്ങൾ, 3 ഹാസ്യകഥകൾ, മൊപ്പാസാങ്ങിൻ്റെ ചെറുകഥകൾ തർജിമ, സാഹിത്യ ഗവേഷണമാല, പ്രാചീന കേരള ചരിത്ര ഗവേഷണം, സാങ്കേതിക ഗ്രന്ഥ നിരൂപണങ്ങൾ, 9 പ്രപഞ്ചകഥകൾ, 4 ഹാസ്യകഥകൾ, സാഹിത്യ വിമർശനങ്ങൾ, ആദം ഉർബാസ്, 8 പാശ്ചാത്യ കഥകൾ, കേസരിയുടെ മുഖപ്രസംഗങ്ങൾ, ചരിത്രത്തിൻ്റെ അടിവേരുകൾ, കേസരിയുടെ സാഹിത്യ വിമർശനങ്ങൾ, കേസരിയുടെ ലോകങ്ങൾ, നവചിത്രകല, ചരിത്ര പഠനങ്ങൾ, ഔട്ട്ലൈൻ ഓഫ് പ്രോട്ടോ ഹിസ്റ്റോറിക് ക്രോണോളജി ഓഫ് വെസ്റ്റേൺ ഏഷ്യ, കേസരിയുടെ ചരിത്ര ഗവേഷണങ്ങൾ 4 വാല്യം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ചരിത്ര സൃഷ്ടിച്ച ഇദ്ദേഹത്തിൻ്റെ ഈ ജീവചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.